ബദർ ഒരു സംസ്കൃതിയുടെ പേരാണ്. അധർമ്മത്തിനെതിരെ ധർമ്മം വിജയം നാട്ടിയിട്ടുള്ള, ആയുധധാരികൾക്കെതിരെ നിരായുധർ വിശ്വാസത്തിന്റെ ഔജ്വല്യം കൊണ്ട് വിജയം നേടിയെടുത്തിട്ടുള്ള ഒരു മഹിതമായിട്ടുള്ള ചരിതമാണ് ബദർ. അത് ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് നേരെ കടന്നു വന്നപ്പോ, എല്ലാ നിലക്കും വേട്ടയാടപ്പെട്ടപ്പോ, പ്രതിരോധത്തിന്റെ മാർഗങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചപ്പോഴുണ്ടായിട്ടുള്ളതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മുടെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് സൂചിപ്പിക്കാം. അല്ലാഹുവിന്റെ റസൂല് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഇല്ല. അങ്ങനെ യുദ്ധം ചെയ്യണമായിരുന്നെങ്കിൽ, പോരാടണമായിരുന്നെങ്കിൽ മക്കയിലാണ് പ്രവാചകൻ ജനിച്ചു വളർന്നത്. ആ മണ്ണിന്റെ ഗന്ധമേറ്റ്, ആ മണ്ണിന്റെ പൊരുളറിഞ്ഞു, കഅബയുടെ പുണ്യത്തിലാണ് പരിശുദ്ധ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു വന്നത്. 40-ാമത്തെ വയസ്സിൽ സർവാധിനാഥൻ പ്രബോധനത്തിനു വേണ്ടി പ്രവാചകനായിട്ട് നിയോഗിക്കുമ്പോ തന്നെ അല്ലമീനെന്ന്, വിശ്വസ്തനെന്ന്, സത്യസന്ധനെന്ന്, മാത്രമല്ല പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ മധ്യസ്ഥനായി നിയോഗിച്ചിട്ടുള്ളൊരു സമൂഹത്തിന്റെ ഇടയിലേക്ക് അവരുടെ തിന്മകൾക്ക് അറുതി വരുത്താൻ വേണ്ടി ഭാര്യമാരെ വിചാരം പാടെ അവസാനിപ്പിക്കണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ അവിടെ പ്രതിരോധിക്കാൻ, ആക്രമിക്കാനായിരുന്നു ആളുകൾ വന്നത്. എന്നിട്ടും സഹനത്തോടെ 3 വർഷക്കാലം രഹസ്യമായിട്ട് പ്രബോധനം നടത്തി. 3 വർഷത്തിന്റെ കാലയളവിനിടയിൽ ഈ ഉജ്ജ്വലമായിട്ടുള്ള ദർശനത്തിലേക്ക്, മാനവികതയുടെ ദർശനത്തിലേക്ക് ആളുകൾ ഒട്ടേറെ കടന്നു വന്നു. പ്രവാചകനെ വധിക്കാൻ കടന്നു വന്ന ധീരന്മാരായിട്ടുള്ള പോരാളികൾ പിന്നീട് ഖലീഫ ഉമർ എന്ന് പ്രസിദ്ധനായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും പ്രവാചകനെ വധിക്കാൻ വേണ്ടി കടന്നു ചെന്ന് ഈ മാനവികതയിൽ ആകൃഷ്ടനായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ധീരന്മാർ കടന്നു വന്നപ്പോ പിന്നീട് പരസ്യമായിട്ടുള്ള പ്രബോധനത്തിനു വേണ്ടി നാഥന്റെ കൽപ്പനയാൽ തീരുമാനിക്കുന്നു. അങ്ങനെ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു ചോദിക്കുന്നു. ആ നാട്ടിന്റെ രീതി അനുസരിച്ചു കൊണ്ടൊരു ദിവസം സഫാ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നു, വാ സ്വബാഹാ, വാ സ്വബാഹാ. മക്കക്കാർക്കൊരു പതിവുണ്ട്, ഒരാപത്ത് വരികയാണെങ്കിൽ, ആ നാട്ടിലേക്ക് ഒരാപത്ത് വരാൻ പോകുന്നുവെന്നറിഞ്ഞാൽ അവർ പർവ്വതത്തിന്റെ മുകളിൽ കയറി ആപത്തിന്റെ സൂചനയായി, വിപത്തിന്റെ സൂചനയായി വാ സുബാഹ എന്ന് വിളിച്ചു പറയും. അല്ലാഹുവിന്റെ റസൂൽ ഈ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ടോ ആളുകളുടെ മുമ്പിൽ, ആളുകളിലേക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ആളുകൾ അത്ഭുതപ്പെട്ടു. കഅബയുടെ ഭിത്തിയിൽ തട്ടിയത് മാറ്റൊലി കൊണ്ടു. ആ ഖുറൈശികളുടെ കർണപുടങ്ങളിൽ അലയടിച്ചു. അവരേവരും വീട് വിട്ടിറങ്ങി ഈ പർവ്വതത്തിന്റെ വാദിയിലേക്ക് കടന്നു വരുന്നു, പർവ്വതത്തിന്റെ താഴ്വാരത്തിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് അവർ നോക്കുമ്പോൾ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കാ മുഖ്യരുണ്ട്. അവരെല്ലാവരും ചോദിക്കുന്നു, മുഹമ്മദേ, എന്താപത്താണ് നമ്മെ പിടികൂടാനുള്ളത്? എന്താപത്താണ് നമ്മെ പിടികൂടാൻ നിൽക്കുന്നത്? പറഞ്ഞാലും മുഹമ്മദേ, മൊഴിഞ്ഞാലും മുഹമ്മദേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലയോ മക്കക്കാരെ, മക്കാ ഖുറൈശികളെ, നിങ്ങൾ കണ്ടോ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. പക്ഷേ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുണ്ട്. ഞാൻ നിങ്ങളോട് നുണ പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ നിങ്ങളെ വഞ്ചിക്കുമെന്നെങ്ങാനും നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ മക്കക്കാര് പറയുന്നു, ഇല്ല മുഹമ്മദേ, നീ നുണ പറയുന്ന ആളല്ല, നീ വഞ്ചിക്കുന്നയാളല്ല. 40 ചുല്ലാനം വയസ്സായി നിനക്ക് ഇന്ന് വരെ ഒരു നുണ, ഇന്ന് വരെ ഒരു വഞ്ചന നടത്തിയിട്ടില്ല, നീ പറഞ്ഞിട്ടില്ല. നീ അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമെന്ന് ഒരേ താളത്തോടെ, ഒരേ ശബ്ദത്തോടെ, ഒരേ ശ്വാസത്തോടെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
എങ്കിലും മക്കക്കാരെ, ഈ പർവ്വതം കണ്ടോ? അമ്പരചുംബിയായ പർവ്വതം, പറവകൾ വട്ടമിട്ട് പറക്കുന്ന പർവ്വതം. ഈ പർവ്വതത്തിന്റെ അപ്പുറത്ത് നിന്ന് അശ്വാരൂഢരായ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ, തകർക്കാൻ, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മക്കക്കാർക്ക് സന്ദേഹമില്ല, മക്കക്കാർക്ക് സംശയമില്ല. അവർ പറഞ്ഞു, എന്തിനാ വിശ്വസിക്കണം മുഹമ്മദേ? എന്തിന് ഞങ്ങൾ വിശ്വസിക്കാതിരിക്കണം? നീ ഞങ്ങളുടെ അൽ അമീനാണ്, നീ ഞങ്ങളുടെ വിശ്വസ്തനാണ്, നീ ഞങ്ങളുടെ മധ്യസ്ഥനാണ്, നീ സത്യസന്ധനാണ്, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഞാൻ നിങ്ങളോട് നുണ പറയില്ലെന്ന് നിങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളെ വഞ്ചിക്കില്ലെന്ന് നിങ്ങൾ പറയുന്നു. എങ്കിൽ നിങ്ങളോട് പറയുന്നു, ഈ പർവ്വതം സൃഷ്ടിച്ച്, ഈ പർവ്വതത്തെ സൃഷ്ടിച്ചത്, ഈ ആകാശത്തെ സൃഷ്ടിച്ചത്, ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ചത്, എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് ഏകനായ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവരല്ലാതെ ആരാധ്യനില്ല. അതുകൊണ്ട് അവരെ ആരാധിക്കാൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കണം, വ്യഭിചരിക്കരുത്, വൃത്തികേട് ചെയ്യരുത്, മദ്യപിക്കരുത്, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് പറയുമ്പോ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമെന്ന് പറഞ്ഞ മക്കക്കാരുടെ മട്ടുമാറുകയാണ്, അവരുടെ ഭാവം മാറുകയാണ്. അവരിൽ നിന്ന് മൂത്താപ്പയായ അബൂലഹബ് ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് പറയുന്നു, തബ്ബൻ ലക യാ മുഹമ്മദ്, തബ്ബൻ ലക യാ മുഹമ്മദ്, നിനക്ക് നാശം മുഹമ്മദേ എന്ന് പറഞ്ഞു പരിശുദ്ധ പ്രവാചകന്റെ പൂവദനത്തിലേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. അല്ലാഹു ഖുർആനിലൂടെ പ്രതികരിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന് നാശം, അവന്റെ കൈകൾ നശിച്ചു പോകട്ടെ എന്ന്. ഏതുമാകട്ടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പരിശുദ്ധ പ്രവാചകൻ തന്റെ പ്രബോധന പ്രക്രിയ നിർവഹിച്ചത് ആയുധം കൊണ്ടായിരുന്നില്ല. തന്റെ കൂട്ടത്തിൽ ഏറ്റവുമേറെ ധീരന്മാരായിട്ടുള്ള പോരാളികളുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞായിരുന്നില്ല. തന്റെ സത്യസന്ധത ശത്രുക്കളെ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് മനഃശാസ്ത്രപരമായി സൈക്കോളജിക്കലായിട്ടുള്ള പ്രബോധന രീതി നടപ്പാക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് ഈ പ്രബോധനത്തിന്റെ പ്രവർത്തനം നടത്തിയപ്പോ മഹാനായ അല്ലാഹുവിന്റെ റസൂലിനെ ആ പ്രബോധനത്തിന്റെ പാതയിൽ പൂമാലയിട്ട് സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നില്ല. പിന്നെയോ അല്ലാഹുവിന്റെ റസൂലിന് ലഭിച്ചതെന്തെന്നോ? ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകളാണ്. ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കഴുത്തിൽ ചാർത്തപ്പെട്ടു. പിന്നെ ഒട്ടനവധി പ്രയാസങ്ങൾ, അനുയായികൾ കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഏറ്റ കഷ്ടപ്പാടുകൾ, സുമയ്യ റളിയല്ലാഹു തആല അൻഹ ഷഹീദായി, ഒട്ടനവധി ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായി. എന്നിട്ട് ശൈഖ് അബീ ത്വാലിബിലേക്ക് കടന്നു പോകേണ്ടി വന്നു. ഖുറൈശികൾ ഉപരോധിച്ചു, ഭക്ഷണമില്ല, ഒന്നുമില്ല, മരത്തിന്റെ തോല് ഭക്ഷിച്ചു പോലും ജീവിക്കേണ്ടി വന്നു. തിരിച്ചു വന്നു, അവിടെയും പിന്നെയും രക്ഷയില്ല. അവസാനം ത്വായിഫിലേക്ക് കടന്നു പോകുന്നു. അവിടെ ബന്ധുക്കളുണ്ട്, രക്തബന്ധുക്കളുണ്ട്, രക്തബന്ധമുള്ള ആളുകളുണ്ട്. അവർ തുണക്കുമെന്ന് കരുതി, അവർ അഭയം നൽകുമെന്ന് കരുതിയിട്ട് ത്വായിഫിലേക്ക് ചെന്നപ്പോഴോ അവിടെ തെരുവ് പിള്ളേരുടെ കയ്യിലേക്ക് കൂർത്തുമൂർത്ത കല്ലുകൾ കൊടുത്തിട്ട് പറഞ്ഞു, എറിയടാ മുഹമ്മദിനെ, ആട്ടിയോടിക്കടാ മുഹമ്മദിനെ, എറിഞ്ഞോടിക്കടാ മുഹമ്മദിനെ. അല്ലാഹുവിന്റെ റസൂലിനെ എറിയുകയാണ്, ആട്ടിയോടിക്കുകയാണ്. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, തിരുമേനിയുടെ പൂമേനിയിൽ നിന്ന് രക്തം ചാലിട്ടൊഴുകുമ്പോ ഒരു തോട്ടത്തിൽ കടന്നു വന്നിട്ട് ആ സ്വഹാബികളുടെ കൂടെ നിൽക്കുമ്പോ സ്വഹാബികൾ ഈ രക്തം തുടച്ചു കൊടുക്കുമ്പോ ഒരു കാറ്റിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. മറ്റാരുമല്ല, റൂഹുൽ അമീൻ മാലാഖ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നിട്ട് പറയുന്നു, അല്ലയോ നബിയെ, അങ്ങൊന്ന് സമ്മതം തരുമോ, അങ്ങൊന്ന് സമ്മതം തരുമോ? എന്തൊരു അക്രമമാണിത്, എന്തൊരു മർദ്ദനമാണിത്. അങ്ങൊന്ന് സമ്മതം തന്നാൽ അള്ളാഹുവിന്റെ അനുമതിയുണ്ട്, ആ കാണുന്ന പർവ്വതം ഈ അക്രമകാരികളായ മർദ്ദകരായ സമൂഹത്തിന്റെ മുകളിലിട്ട് ഞാൻ നശിപ്പിക്കാം. അങ്ങൊന്ന് സമ്മതം തരുമോ എന്ന് ചോദിക്കുമ്പോ പരിശുദ്ധ റസൂല് പറയുന്നു, അരുത് ജിബ്രീൽ, ചെയ്യല്ല ജിബ്രീൽ, ചെയ്തു പോകല്ല ജിബ്രീൽ, പാവങ്ങളാണ്, വിവരമില്ലാത്തവരാണ്, പുനർവിചിന്തനം നടത്തിയേക്കാം. ഞാൻ ഇന്നത് സമ്മതിച്ചാൽ ഇന്നവർ നശിച്ചു പോകും. നരകത്തിലെ കാളക്കൂട്ടാൻ വന്നോനല്ല ഞാൻ. ഇവർ നാളെ നന്മയുടെ ആളുകളായി നന്മ പാടാൻ, നന്മ പറയാൻ, നന്മ കൊണ്ട് നടക്കാൻ അവർ ഉണ്ടാകണം. അതിനു വേണ്ടി വന്നതാണ് ഞാൻ. മാനവികത പ്രഘോഷണം ചെയ്യാൻ, ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ, ജനങ്ങൾക്ക് ഗുണം ചെയ്യാൻ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ. ഇന്നവർ നശിപ്പിക്കപ്പെട്ടാൽ നാളെ അവർ ഉണ്ടാവൂല്ല ജിബ്രീൽ, അതുകൊണ്ട് ചെയ്തു പോകല്ല ജിബ്രീൽ. അല്ലാഹുവിന്റെ റസൂൽ ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള കഴിവ് കയ്യിന്റെ വെള്ളയിൽ വന്നു ചേർന്നപ്പോഴും പറയുന്നു, അരുത് ജിബ്രീൽ, ചെയ്തു പോകല്ല ജിബ്രീൽ. ഇത്രയും സഹിഷ്ണുതയുള്ള ഒരു നായകനെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നില്ല. ഏതുമാ